ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഐശ്വര്യ, അടിക്ക്. നിന്റെ ഭർത്താവായ ഞാനാ പറയുന്നേ. നിനക്ക് കിട്ടിയതേ അതുപോലെ അങ്ങ് കൊടുത്തേക്ക്. നീ മാറി നിന്നേടി. ഇവൾ എന്നെ എന്താ ചെയ്യുന്നെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട, ഞാനല്ലേ പറയുന്നേ. അതിന് നീ ഏതാടി? ചേച്ചി അത് ഒന്ന് പോടി. അടുക്കള ജോലിക്ക് വന്നാ അത് ചെയ്താ മതി. എന്നെ കയറി ഭരിക്കാൻ നിക്കണ്ട. എന്താ? അത് വേറൊന്നുമല്ല അച്ഛാ. നമ്മളെ കൊണ്ട് ആരെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യം ദേ ഇവരങ്ങ് ചെയ്തു. പുതിയ മരുമകളുടെ മുഖത്തൊന്ന് നോക്കിയേ. ചട്ടിയും കലവും കഴുകി തഴമ്പിച്ച് ഒരു കൈയിന്റെ പാട് കാണാം. അത് നന്നായി. അല്ലെങ്കിലും നമ്മുടെ അടി കൊള്ളാനുള്ള യോഗ്യതൊന്നും ഇവൾക്കില്ലല്ലോ. ഇപ്പൊ കിട്ടേണ്ടവരുടെ കയ്യിൽ നിന്ന് തന്നെ അത് കിട്ടി. ഞാനേ ഹൃദാർത്ഥനായി. സംഭവം എനിക്ക് നിന്നെ കണ്ണിന് നേരെ കണ്ടുകൂടാ. പക്ഷേ നല്ലത് കണ്ടാ പറയണല്ലോ. ഇപ്പൊ നീ ചെയ്തത് വളരെ നല്ല കാര്യ. കിട്ടിയത് ഇരിപ്പതാ കണ്ടില്ലേ മോരിക്കുന്നേ. മതി, ഇനി ഇതും പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കണ്ട. സീതാന്റിയും ചിന്നും പോയേ. എന്താ എന്താ ഇവിടെ പ്രശ്നം? എന്താ? അല്ല, നീ ഇതെവിടെയായിരുന്നടാ? ഇവിടെ നടക്കുന്ന പോലെ നീ അറിയുന്നുണ്ടോ? ഈ നിൽക്കുന്ന വേലക്കാരൻ സീത നിന്റെ ഭാര്യയെ തല്ലി. ഓ, എന്തൊരു തല്ലായിരുന്നോ! കല്യാണ പാർട്ടിക്ക് മോള് തല്ലി, ഇന്ന് അമ്മ തല്ലി. നീ ഒരു പെണ്ണിനെയാണ് അവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അതോ ചെണ്ടയോ? അല്ല, എല്ലാരും മാറി മാറി തല്ലുന്നുണ്ട് ചോദിച്ചതാ. ഈ കേട്ടത് ശരിയാണോ? പിന്നെ ഞങ്ങൾ എന്തൊന്ന് കള്ളം പറയാണോ? ഒരു കണക്കിന് എന്റെ മോള് രക്ഷപ്പെട്ടു. കെട്ടിക്കേറി ഇവിടെ വന്നിട്ട് ഇവറ്റകളുടെ തല്ലു കൊള്ളണ്ടല്ലോ. നിങ്ങളെന്തിനാ എന്റെ ഭാര്യ തല്ലിയത്? നീ അവളുടെ ഉത്തരത്തിന് കാത്തു നിൽക്കാണോ? അതിന് അവളുടെ നാക്ക് പൊങ്ങില്ലല്ലോ, കൈയല്ലേ പൊങ്ങുള്ളൂ. എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഞാനെല്ലാം പറയാം, ഒന്ന് വന്നേ. നീ എന്ത് പറയാൻ? ഒരു തവണ അമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. ഈ നിൽക്കുന്നവൾ ഇതെന്റെ ഭാര്യയാ.
അവൾ എന്ത് തെറ്റ് ചെയ്താലും അവളെ തല്ലാൻ ഇവർക്കെന്താ അവകാശം? നിന്ന് കഥാപ്രസംഗം നടത്താതെ ഇവരുടെ ചെവിക്കല്ല് നോക്കിയത് പൊട്ടിക്കാൻ പറയടാ നിന്റെ ഭാര്യയോട്. അല്ലെങ്കിലേ ഇനിയും ഇത് ആവർത്തിക്കും. ഇത് വെറുതെ വിടരുതെന്ന് തന്നെ എന്റെ അഭിപ്രായം. തിരിച്ചു കിട്ടുമ്പോഴേ അറിയുള്ളൂ അത് എത്ര വേദനയുള്ളതാണെന്ന്. ഈ അമ്മാവനും ഈ അമ്മായിയും പറഞ്ഞത് തന്നെ ശരി. ആ ഐശ്വര്യ, അടിക്ക്. നിന്റെ ഭർത്താവായ ഞാനാ പറയുന്നേ. നിനക്ക് കിട്ടിയതേ അതുപോലെ അങ്ങ് കൊടുത്തേക്ക്. നീ അടിച്ചില്ലെങ്കിൽ ഞാൻ അടിക്കും. എന്താ ഇവിടെ? അത് വേറൊരു പ്രശ്നമാ. അളിയനത് ഇടപെടണ്ട. ഞാൻ ഇടപെടണ്ടെന്നോ? എന്റെ വീട്ടിലെ കാര്യങ്ങൾ പിന്നെ ഭദ്രനാണോ തീരുമാനിക്കുന്നത്? എന്താ എന്താ പ്രശ്നം? ഐശ്വര്യ ഇവര് തല്ലി. തല്ലിയോ? എന്തിന്? എന്തിനാണെന്നുള്ളത് രണ്ടാമത്തെ കാര്യമല്ലേ? തല്ലിയല്ലോ. അതെ, അപ്പൊ ആ തല്ല് തിരിച്ചു കൊടുക്കുന്ന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. തല്ലിയാ തിരിച്ചു തല്ലണോന്ന് ഭദ്രൻ എന്താ ഇത്ര നിർബന്ധം? സീതേഞ്ചിന് മുമ്പോ ബാക്കി പിന്നീട്. അങ്ങനെ പോവാൻ വരട്ടെ. അച്ഛാ, ഞാൻ അച്ഛനെ ധിക്കരിക്കുകയാണെന്ന് കരുതരുത്. എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ വന്ന പെണ്ണാവിള്. അപ്പോ അവളുടെ സുരക്ഷിതത്വം എന്റെ കയ്യിലാണ്. ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്ന് വിശ്വസിച്ച ഇവള് എന്റെ കൂടെ വന്നത്. അപ്പോഴേ ഒരു കാര്യത്തിലും എന്റെ ഭാര്യ വേദനിക്കാൻ പാടില്ല. ഇതേ ഞാൻ പറഞ്ഞല്ല, ഞങ്ങൾക്ക് വേണ്ടി ഈ നിൽക്കുന്ന മഹി റോഡിൽ അടികൂടിയപ്പോ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞ. ഇടാ, നമ്മുടെ മെക്കിട്ട് ഒരുത്തൻ കേറാൻ വന്നാ വിടരുത്. നിന്നെ വിശ്വസിച്ചല്ലേ അവള് നിന്റെ കൂടെ വന്നത്? എന്തു പ്രശ്നം വന്നാലും നീ അവളെ നോക്കൂന്ന് കരുതിയിട്ടല്ലേ? അവളുടെ സുരക്ഷ നിന്റെ കയ്യിലാ. അതിലുപരി നിന്റെ അഭിമാന പ്രശ്നം കൂടിയാ.